ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ നമ്മുടെ ടേബിൾ റോസിനെ പറ്റിയാണ് കേട്ടോ. ടേബിൾ റോസിൻ്റെ നടുമ്പോഴുള്ള അതിൻ്റെ ഒരു വെറൈറ്റി മോഡലുകൾ എങ്ങനെ നടണം എന്നൊക്കെയുള്ള കുറച്ച് ഐഡിയാസിൻ്റെ ഫോട്ടോസാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാൽ വീഡിയോ ഫുള്ള് കണ്ടിട്ട് ലൈക്ക് അടിക്കണേ. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിലോട്ടൊക്കെ എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതിൻ്റെ കുറച്ച് 10 മണിയുടെ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ടേബിൾ റോസിൻ്റെ. ഈ ഒരു ടേബിൾ റോസിനെ എനിക്ക് ഇഷ്ടമുണ്ട്. സാധാരണ 10 മണിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടം ഇങ്ങനെയുള്ള ടേബിൾ റോസിനെ തന്നെയാണ് കേട്ടോ. കാരണം ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ സെറ്റ് ചെയ്തേക്കണം അതാണ് കേട്ടോ. PVC പൈപ്പിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പൈപ്പ് ഒട്ടും കാണാത്ത വിധത്തിൽ ഇതുപോലെ ഇങ്ങനെ നമുക്ക് പൂക്കൾ ഉണ്ടാവും കേട്ടോ, പ്ലാന്റ് വലുതായിട്ട്. അതെന്ന് പറഞ്ഞാൽ ഒരു പോട്ടിൻ്റെ ഉള്ളിലോട്ട് PVC പൈപ്പ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഈ PVC പൈപ്പ് നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ പൈപ്പിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് പോട്ട് മിക്സ് വളമൊക്കെ യോജിപ്പിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് ഈ ഓരോ ഹോളിലോട്ട് നമുക്ക് ഇതിങ്ങനെ കട്ട് ചെയ്ത ഭാഗങ്ങൾ നട്ട് കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അത് ആ പൈപ്പിനെ കവർ ചെയ്തിട്ട് പ്ലാന്റ് വലുതാകുകയും ചെയ്യും, പൂക്കളുണ്ടാകുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഒരു നല്ല ഭംഗിയായിരിക്കും, നല്ലൊരു ഫ്ലവർ ടവറായിട്ട് നിൽക്കുകയും ചെയ്യട്ടത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ മഴയുടെ സീസൺ കുറച്ച് നാളായി. ഇപ്പോൾ ഞാൻ അവൻ്റെ പല വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിങ്ങനെ പൂക്കളൊക്കെ ഇട്ട് നിൽക്കണത്. ഷോർട്സിൻ്റെ വീഡിയോസിലൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും അല്ലേ. ഇനിയിപ്പോൾ അതിനൊന്ന് റിപ്പോർട്ട് ചെയ്ത ടൈം ആയിട്ടുണ്ട്. പ്ലാന്റൊക്കെ ഒന്ന് ഡാമേജ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കാൻ കേട്ടോ. മഴയൊക്കെ അല്ലേ വരുന്നത്. മഴയൊക്കെ നമ്മൾ നന്നായിട്ട് പിടിക്കുകയും ചെയ്യും, ചെടിയൊക്കെ നന്നായിട്ട് ഉഷാറാവുകയും ചെയ്യും. ഇത് പല ഐഡിയകൾ നമുക്ക് നട്ടുപിടിപ്പിക്കാമല്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ ഞാനിവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ വാട്ടർ ബോട്ടിൽസൊക്കെ ഉണ്ടല്ലോ, ഡിസ്പോസിബിളായിട്ട് കളയണം. അതുപോലെ പിന്നെ നമ്മുടെ ഫാനിൻ്റെ ലിഡ്, അതുപോലെ ടയറ്, അതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയായി ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ നമ്മുടെ ടയറിലാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിലൊക്കെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ട് അതിൽ പോട്ട് മിക്സ് ഇട്ട് കൊടുത്ത് പ്ലാന്റിനെ നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ പ്ലാന്റ് തന്നെയല്ല, പച്ചക്കറി ആയാലും എന്തായാലും നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഇത് കണ്ട ഫാനിൻ്റെ ലിഡ് വെച്ചിട്ട്, അതുപോലെ ഇത് നമ്മുടെ എന്താണ് വാട്ടർ ബോട്ടിൽസ് ഉണ്ടല്ലോ, അതിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ് അതിൽ ഹോൾസ് ഇട്ട് കൊടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിക്കണം കേട്ടോ. ഇതുപോലെ വരാൻ നമ്മളിങ്ങനെ ആ പോട്ടിൻ്റെ ഉള്ളിൽ ബോട്ടിൽസിൽ ആണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹോള് ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ കിട്ടിക്കോളും കേട്ടോ നമുക്ക്. അപ്പോൾ പല രീതിയിൽ നമുക്ക് പ്ലാന്റിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ചുമരുമ്പോൾ മതിലുമ്പോഴൊക്കെ ഹാങ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ഹോൾസ് ഇട്ട് കൊടുക്കാം. പോട്ട് നിറച്ച് പോട്ട് മിക്സ് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഓരോ ഹോളിലും നിറച്ച് കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അത് കണ്ടാൽ ഇതുപോലെ ഞാൻ ആ ബോട്ടിൽ ഫുൾ കവർ ചെയ്തിട്ട് പ്ലാന്റ് വളരെ പൂക്കളുണ്ടാവുകയും ചെയ്യും കേട്ടോ. ഹാങ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കുകയും ചെയ്യും. പല ഐഡിയകളിൽ നമുക്ക് ഈ ടേബിൾ റോസിനെ സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് കെയറിങ് വേണം, കാരണം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ചെയ്യണം. വലുതാവും തോറും കട്ട് ചെയ്ത് ഭംഗിയിൽ നിർത്തുന്നോറും അതിൻ്റെ ഭംഗി കൂടി വരുള്ളൂ. കുറച്ച് ഒരു ഇച്ചിരി മെയിൻ്റനൻസ് അത്യാവശ്യമുള്ളൊരു പ്ലാന്റ് തന്നെയാണ്. പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും, എന്നാൽ അത്യാവശ്യം മെയിൻ്റനൻസ് ആവശ്യമുണ്ട് കേട്ടോ ഈ പ്ലാന്റിന്. നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മറ്റു പ്ലാന്റ്സിനൊക്കെ ഇട്ട് കൊടുക്കുന്ന വളങ്ങളൊക്കെ തന്നെ ഈ ടേബിൾ റോസിന് ചെയ്ത് കൊടുക്കാവുന്നുള്ളൂ കേട്ടോ. ഉണക്ക ചാണകവും അതുപോലെ വെർമി കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കാവുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ, ബൈ.